ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഈ ക്ഷേത്രങ്ങൾ ആരാധനയ്ക്കായി മാത്രം നിർമ്മിച്ചതല്ല. അവ നിർമ്മിച്ചത് ഒരു ഊർജ സ്രോതസ്സായിട്ടാണ്. ഓരോ ക്ഷേത്രത്തിന്റെയും മധ്യഭാഗത്താണ് ഗർഭഗൃഹം. ആ വാക്കിന്റെ അർത്ഥം ഗർഭം പോലെയുള്ള സ്ഥലം എന്നാണ്, അതായത് സൃഷ്ടി ആരംഭിക്കുന്ന ഇടം. ഇവിടെ ജനാലകളില്ല, കുറഞ്ഞ വെളിച്ചം, കട്ടിയുള്ള കൽമതിലുകൾ. ഇവ കാരണം ഊർജം പുറത്തേക്ക് ഒഴുകില്ല. ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ വെറും സാധാരണ കല്ലുകളല്ല. അവ നിർമ്മിക്കുന്നത് പഞ്ചലോഹം പോലെയുള്ള പ്രത്യേക വസ്തുക്കൾ ഉപയോഗിച്ചാണ്. ഈ വസ്തുക്കൾക്ക് ഊർജം സംഭരിക്കാനും പുറപ്പെടുവിപ്പിക്കാനും കഴിയും. അവയുടെ രൂപവും അളവുകളും വരെ ശില്പശാസ്ത്രം അനുസരിച്ചാണ്. ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടക്കുന്നതിന് മുമ്പ് പ്രാണപ്രതിഷ്ഠ എന്ന പ്രധാന ചടങ്ങ് നടത്തുന്നു. മന്ത്രങ്ങളുടെ സഹായത്തോടെ വിഗ്രഹത്തിൽ ജീവശക്തി സ്ഥാപിക്കുന്നു. ഇതൊരു വിശ്വാസം മാത്രമല്ല, ഒരു അനുഭവമാണ്. ഒരു ക്ഷേത്രം രൂപകൽപ്പന ചെയ്യുന്നത് ഒരു മനുഷ്യ ശരീരം പോലെയാണ്. പ്രവേശനം കല്ലുകൾ, മണ്ഡപം ശരീരം, ഗർഭഗൃഹം മനസ്സിനെയും സൂചിപ്പിക്കുന്നു. ക്ഷേത്രങ്ങളിൽ ചെരുപ്പ് ഒഴിവാക്കുന്നതിന്റെ കാരണം കാൽനഗ്നനായി നടക്കുമ്പോൾ ഊർജം നിന്റെ ശരീരത്തിൽ പ്രവേശിക്കുന്നു എന്നാണ്. ക്ഷേത്രത്തിലെ മണിയുടെ നാദം നമ്മളുടെ മനസ്സിനെ ഉണർത്താനുള്ളതാണ്. അതിന്റെ ശബ്ദം നമ്മളുടെ ചിന്തകളെ ശുദ്ധമാക്കുന്നു എന്നാണ്. ക്ഷേത്രങ്ങൾ എല്ലായിടത്തും പണിയാൻ ആവില്ല. ഭൂമിയിലെ പ്രത്യേക ഊർജ കേന്ദ്രങ്ങളിലാണ് ക്ഷേത്രം പണിയുന്നത്. അടുത്ത ഭാഗത്തിൽ നമ്മൾ ദിവസവും ചെയ്യുന്ന ക്ഷേത്ര ചടങ്ങുകളുടെ പിന്നിലെ രഹസ്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്.